പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മനസ്സ് നിറയെ പ്രാർത്ഥനകളുമായി വേദയും വിക്രവും ക്ഷേത്ര ദർശനം നടത്തി തൊഴുതു മടങ്ങുമ്പോൾ വേദയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത ഒരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. അവൾ വിക്രമിനോട് പറഞ്ഞു, വിക്രം, അല്പം ഒന്ന് മാറി നിൽക്ക്. എനിക്ക് 7 ഒറ്റയടി പ്രദക്ഷിണം കൂടി വെക്കാനുണ്ട്. അത് കേട്ട് വിക്രം അതിശയത്തോടെ ചോദിച്ചു, 7 പ്രദക്ഷിണമോ? അതെ. വേദയുടെ മറുപടിയിൽ വിക്രമിനോടുള്ള കരുതൽ നിറഞ്ഞു നിന്നിരുന്നു. കയ്യിലുണ്ടായിരുന്ന പ്രസാദവും പൂക്കളും വിക്രമിനെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ അവൾ കൂട്ടിച്ചേർത്തു, ഇത് വിക്രമിന് വേണ്ടിയിട്ടുള്ളതാണ്. വിക്രം മറുത്തൊന്നും തന്നെ പറഞ്ഞില്ല. അവളിലെ ഭക്തിയും സ്നേഹവും കണ്ട് അവൻ അത് കൈപ്പറ്റി. വേദ അവനോട് അവിടെ തന്നെ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ശേഷം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് കൈകൾ കൂപ്പിക്കൊണ്ട് തന്നെ അവൾ തൻ്റെ പ്രദക്ഷിണം ആരംഭിച്ചു. ഓരോ ചുവടുകളിലും അവളുടെ പ്രാർത്ഥന വിക്രമിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. വിക്രം ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നുപോയി. തന്നേക്കാൾ അധികമായി തന്നെ സ്നേഹിക്കുന്ന, തനിക്ക് വേണ്ടി ഇത്രയേറെ ത്യാഗങ്ങൾ സഹിക്കുന്ന ഈ പെൺകുട്ടി. വിക്രമിൻ്റെ ഉള്ളിൽ അത്ഭുതവും ഒപ്പം പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സ്നേഹവും നിറഞ്ഞു നിന്നു. ഇത്രയൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ എന്ന ചിന്ത അവനെ പുഞ്ചിരിപ്പിച്ചു. ക്ഷേത്രനടയിലെ ആ വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വേദയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു വിക്രം. വേദ ഓരോ തവണവും പ്രദക്ഷിണം വെക്കുമ്പോഴും വിക്രമിൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. അവൻ്റെ മനസ്സ് ചോദ്യങ്ങളുടെ ഒരു കടലായി മാറി. എന്തിനാണ് വേദ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായിട്ടും എന്നെ ഉപേക്ഷിച്ചു പോവാതെ എൻ്റെ കൈകൾ ഇങ്ങനെ മുറുകെ പിടിച്ച് അവൾ കൂടെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ ആപത്തുകളിൽ നിന്നും എന്നെ രക്ഷിക്കാൻ അവൾ ശ്രമിക്കുന്നു. എന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റാൻ അവൾ ആഗ്രഹിക്കുന്നു. ഇതിനെല്ലാം കാരണം വെറും സ്നേഹം മാത്രമാണോ? അതോ മറ്റെന്തെങ്കിലും രഹസ്യം ഇതിന് പിന്നിലുണ്ടായിരിക്കുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേദയോട് തന്നെ ചോദിച്ചറിയാൻ തന്നെ വിക്രം തീരുമാനിച്ചു. പ്രദക്ഷിണം പൂർത്തിയാക്കി ക്ഷീണിതയായി എങ്കിലും സംതൃപ്തിയോടെ വേദ വിക്രമിൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നു. അവളെ കണ്ടുകൊണ്ട് തന്നെ വിക്രം ഒന്ന് പുഞ്ചിരിച്ചു. അവൻ്റെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് തന്നെ വേദ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടെന്ന് വിക്രമിനറിയില്ലേ? വിക്രം മറുപടി പറഞ്ഞു, അതെ, പക്ഷേ ഇതിനെല്ലാത്തിനും പിന്നിൽ എനിക്ക് മാത്രം അറിയാത്ത ഒരു കാരണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അന്ന് വാശിക്ക് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്നൊരൊറ്റ കാരണം കൊണ്ടാണ് നീ എൻ്റെ വീട്ടിലേക്ക് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിന്നെ അതിന് പ്രേരിപ്പിക്കുന്നത് എന്തായിരുന്നു? എന്നോടുള്ള വിശ്വാസം മാത്രമായിരുന്നോ? വേദ വിക്രമിനെയൊന്ന് നോക്കി ആ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, അതെ, നിങ്ങൾ എന്നെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഭഗവാൻ എത്ര പരീക്ഷിച്ചാലും എന്നെ കൈവിടില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ആ വിശ്വാസം പിന്നീട് നിങ്ങളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന എൻ്റെ ആഗ്രഹമായി മാറി. ഇപ്പോൾ ഒരു അനുസരണയുള്ള കുട്ടിയെപ്പോലെ നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്നു. വിക്രം നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനകൾക്ക് ഭഗവാൻ തന്ന മറുപടിയാണ് നീ. ജീവിതം നേർവഴിക്ക് നടക്കണമെന്ന എൻ്റെ ആഗ്രഹത്തിന് കൂട്ടുവന്നത് നീയാണ്. ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നിന്നോടൊപ്പം തന്നെ ജീവിക്കാനും എന്നെ പ്രേരിപ്പിക്കുന്നത് ആ കരുതലാണ്. തുടർന്ന് വിക്രം തൻ്റെ ഉള്ളിലെ സംശയം വീണ്ടും ഉന്നയിച്ചു, ചില പ്രാർത്ഥനകൾ മനുഷ്യൻ്റെ ഉള്ളിലെ നിലവിളികളാണ് വേദ. നീ എപ്പോഴും എൻ്റെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. ഈ ക്ഷേത്രനടയിൽ വെച്ചെങ്കിലും എന്നോട് നീ ആ സത്യം പറയൂ. എന്തിനായിരുന്നു സ്വന്തം വീട്ടുകാരെയും ആ വലിയ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ നീ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത്? ഇനിയും ഒരു കള്ളം പറയാൻ വേദക്കാവില്ലായിരുന്നു. അവൾ ആ സത്യം വിക്രമിനോട് തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു. ഭഗവാൻ എനിക്ക് സ്വപ്നത്തിലൊരു കാഴ്ച കാണിച്ചു തന്നിരുന്നു വിക്രം. അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. ആ ഭയമാണ് എന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചത്. ആ ദുസ്വപ്നം എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഞാൻ കാരണം നിങ്ങളുടെ ജീവന് ഒരാപത്തും സംഭവിക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. വിക്രമിന് അതൊന്നും തന്നെ മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ വേദ, നീ ഒന്ന് തെളിച്ചു പറ, ആരാണ് ആപത്തിൽപ്പെടുക? അന്നേരം വേദയുടെ ശബ്ദമൊന്ന് ഇടറി. ഞാൻ കണ്ട ആ സ്വപ്നത്തിൽ ഞാൻ കാരണം നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതായി ഞാൻ കണ്ടു. എന്നെ നേടാൻ വേണ്ടി നിങ്ങൾ സ്വന്തം ജീവൻ ബലി നൽകുന്ന കാഴ്ച അതെനിക്ക് സഹിക്കാനാവില്ലായിരുന്നു. നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങളുടെ സംരക്ഷണയിൽ ജീവിക്കാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്ന് ആ നിമിഷം തന്നെ എനിക്ക് തോന്നി. ഒരു ഭർത്താവായി നിങ്ങളെ അംഗീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ അന്ന് കരുതിയിരുന്നില്ല. പക്ഷേ ഞാൻ കാരണം മറ്റൊരാൾ മരണത്തിലേക്ക് പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യായിരുന്നു. വേദയുടെ വാക്ക് കേട്ട് വിക്രം ഞെട്ടലോടെ ചോദിച്ചു, ആരായിരുന്നു എന്നെ കൊല്ലാൻ ശ്രമിച്ചത്? നിന്റെ സ്വപ്നത്തിൽ അത് ആരായിരുന്നു? നീ കണ്ടില്ലേ? വേദ തല താഴ്ത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു, അത് എൻ്റെ വീട്ടുകാർ തന്നെയായിരുന്നു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം വിക്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ അതാണ് കാരണം. എൻ്റെ ജീവന് ആപത്തുണ്ടാവുമെന്ന് ഭയന്നിട്ടാണല്ലേ നീ ആ വലിയ വീടും സൗകര്യങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വന്നു നിന്നത്, അല്ലേ? വേദ പുഞ്ചിരിയോടെ തലയാട്ടി, അതെ, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങളുടെ മനസ്സിൽ എന്നോട് അല്പം പോലും സ്നേഹമോ ഇഷ്ടമോ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമായിരിക്കും. എപ്പോഴാണ് നിങ്ങൾക്ക് എന്നോട് ശരിക്കും ഇഷ്ടം തോന്നി തുടങ്ങിയത്? എന്താണ് അതിനുള്ള കാരണം? ഇനിയെങ്കിലും അതൊന്ന് തുറന്നു പറഞ്ഞൂടെ? വേദ ചോദിച്ചു. വിക്രം ഒരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു. അവൻ്റെ മുഖത്ത് പ്രണയത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു.
ഒരിക്കൽ നിന്റെ ശ്രീയേട്ടനും ശ്രീനിവാസൻ സാറും കൂടി എന്നെ കാണാൻ വന്നിരുന്നു. ഞാൻ നിന്നെ ഉപേക്ഷിക്കണമെന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട്. അന്ന് ഞാൻ അവരോടൊരു വാക്ക് പറഞ്ഞു. എന്നെങ്കിലും ഒരിക്കൽ ഇവൾ എനിക്ക് ചേർന്നവളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, എനിക്ക് അവളോടൊരു പ്രത്യേക ഇഷ്ടം തോന്നിയാൽ പിന്നെ ആര് വിചാരിച്ചാലും ഞാൻ അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല. ആ വാക്ക് ഇപ്പോൾ സത്യമാവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വിക്രമിന്റെ വാക്ക് കേട്ട് വേദയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. വിക്രം തുടർന്നു. അതേ വേദ, പതിയെ നീ എൻ്റെ മനസ്സിലേക്ക് കയറുകയായിരുന്നു. എനിക്ക് യോജിച്ചവളാണ് നീ എന്ന് തോന്നി തുടങ്ങിയപ്പോൾ അറിയാതെ ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. അത് എപ്പോൾ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ അന്ന് കാട്ടിൽ വെച്ച് നമ്മൾ രണ്ടുപേരും കൂടുതൽ തമ്മിൽ അടുത്തപ്പോൾ എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ എന്ന തോന്നൽ എൻ്റെ മനസ്സിൽ ശക്തമായിരുന്നു. നിന്നെ വിട്ടുകളയാൻ എൻ്റെ മനസ്സ് തയ്യാറായില്ല. നീ എന്നും എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വിക്രമിൻ്റെ മുഖത്ത് വീണ്ടും ആശങ്ക നിഴലിച്ചു. പക്ഷേ വേദ, എൻ്റെ ജീവിതം ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ചുറ്റും ശത്രുക്കളാണ്. ശ്രീനിവാസൻ സാറുമായിട്ടുള്ള ബന്ധം എനിക്കങ്ങനെ പെട്ടെന്നൊന്നും അവസാനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിനക്കൊരു വാക്ക് തരാൻ ഞാൻ ഭയക്കുന്നു. മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് നിന്നോട് ഇഷ്ടമാണെന്ന് പറയാനും നിനക്ക് വാക്ക് തരാനും ഞാൻ മടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണെന്ന് വിക്രം തുറന്നു പറയും. നിനക്കൊരാപത്തും വരാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരകലം പാലിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ വിക്രമിന്റെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ വേദ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നിങ്ങളുടെ ആ ശ്രീനിവാസൻ സാറ് ആരാണെന്നും എന്താണെന്നൊക്കെ നിങ്ങൾ മലയിൽ പോയിട്ട് തിരിച്ചു വരുന്നതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. മതി ഈ സംസാരം, നമുക്കിവിടെ വെച്ച് നിർത്താമെന്ന് വിക്രം ദേഷ്യപ്പെട്ട് പറഞ്ഞു. തിരികെ ബൈക്കിൽ കയറുമ്പോൾ വേദ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ തന്നെ പരിഭവിച്ചു. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. ഇതേവരെ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? അവളുടെ ആ ഒരു ചോദ്യവും പരിഭവവും വിക്രമിനെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അവൻ ചിരിച്ചുകൊണ്ട് തന്നെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. വേദയും ചിരിയോടെ കൂടെ തന്നെ അവൻ്റെ പിന്നിലിരുന്ന് യാത്ര തുടങ്ങി. യാത്രയിലുടനീളം വേദയുടെ ആ ഒരു കുട്ടിത്തരം നിറഞ്ഞ സംസാരവും സാമീപ്യവും വിക്രം നന്നേ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ വിക്രമിൻ്റെ വീട്ടിൽ കടയിലേക്കുള്ള സാധനങ്ങൾ ഒരുക്കി വെക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു എല്ലാവരും. ഒരു ഓട്ടോറിക്ഷയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതെല്ലാം അതിൽ കൊണ്ടുപോവാമായിരുന്നു. ഇതിപ്പോൾ എത്ര തവണ നടക്കണം, ശ്രീജ സങ്കടത്തോടെ പറഞ്ഞു. ഇത് കേട്ട് കമലയും മാഷും അവിടേക്ക് വന്നു. കമലത്തിന് മക്കളുടെ ബുദ്ധിമുട്ട് കാണാൻ വയ്യായിരുന്നു. അവർ പറഞ്ഞു, നമുക്കൊരു ഓട്ടോ വാങ്ങിക്കാം ശ്രീജയെ. എൻ്റെ കയ്യിലൊരു വളയുണ്ട്, അത് പണയം വെക്കാം. കടയിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങുമ്പോൾ അതങ്ങ് തിരിച്ചെടുക്കാമല്ലോ. മാഷും അതിനെ തന്നെ പിന്തുണച്ചു. അമ്മ പറഞ്ഞത് തന്നെയാണ് ശരി, അതൊരു നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ മാഷും കൂടി അതിന് സമ്മതിച്ചതോടുകൂടി തന്നെ ഇതെല്ലാം കണ്ട് അസൂയയോടെ മാറി നിൽക്കുകയായിരുന്നു നന്ദിനി. വേദയും ശ്രീജയും അപമാനിച്ചതിന് ശേഷം വീട്ടിൽ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു നന്ദിനി. ആ കുടുംബം സ്നേഹത്തോടെ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുന്നതും അമ്മ അവരെ സഹായിക്കുന്നതെല്ലാം കാണുന്ന സമയത്തിന് നന്ദിനിയുടെ ഉള്ളിൽ വെറുപ്പും അസൂയയും പുകയുന്നുണ്ടായിരുന്നു. ഇതേ സമയത്തിന് വേദയുടെ പരാതി തീർത്തു കൊടുക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രം നേരെ പോകുന്നത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കായിരിക്കും. അവിടെ പോയിട്ട് വേദയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് വിക്രം. ആദ്യമായിട്ടാണ് വിക്രം തനിക്കൊരു സാരി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു തരുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദ വളരെയധികം സന്തോഷത്തിലായിരിക്കും. അങ്ങനെ വിക്രമിൻ്റെയും വേദയുടെയും ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ ത്രില്ലിംഗ് അടിപൊളിയായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള സീനുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാട്ടോ. ബൈ.